ഏവർക്കും നമസ്കാരം. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പാക്കേജ് മുഖേന ഒരു തീർത്ഥയാത്ര, പഞ്ചപാണ്ഡവ മഹാക്ഷേത്ര ദർശനം, അതാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യം. ദയവ് ചെയ്ത് എല്ലാവരും കാണുക. പുലർച്ചെ 5 മണിക്ക് തന്നെ നിർദ്ദേശാനുസരണം തീർത്ഥാടകരെല്ലാവരും നട്ടാശ്ശേരി വായനശാല ജംഗ്ഷനിൽ ഒത്തുചേരുന്നു. കറക്റ്റ് 5:30 തന്നെ KSRTC ബസ് ജംഗ്ഷനിലെത്തുന്നു. എല്ലാവരും ബസ്സിൽ കയറുന്നു. ഉടൻ തന്നെ ആദ്യത്തെ ക്ഷേത്രമായ തൃക്കടിത്താനം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുന്നു. ആദ്യ ക്ഷേത്രം തൃക്കടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് പഞ്ചപാണ്ഡവന്മാരിൽ സഹദേവൻ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോന്നിരുന്ന ക്ഷേത്രമെന്ന് ഐതിഹ്യം. ഇപ്പോഴും നേരം പുലർന്നിട്ടില്ല. തൃക്കടിത്താനം മഹാവിഷ്ണു ക്ഷേത്ര ദർശനത്തിന് ശേഷം ചങ്ങനാശ്ശേരി ടൗണിൽ ശരവണഭവൻ ഹോട്ടലിൽ പ്രഭാത ഭക്ഷണം. ബസ്സിനെ പറ്റി 2 വാക്ക്. പ്രൊഫഷണൽ ടൂർ ഓപ്പറേറ്റേഴ്സിനെ പോലെ തന്നെ മികച്ച 2 ഡ്രൈവർമാരാണ് ടൂർ കണ്ടക്ടേഴ്സായിട്ട് എത്തിയത്. ബസ്സിൽ പബ്ലിക് അഡ്രസ് സിസ്റ്റമും തയ്യാറാക്കിയിരുന്നു. അവരിലൊരാൾ വളരെ നല്ല രീതിയിൽ യാത്രക്കാർക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ശരവണ ഭവനിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം വീണ്ടും അടുത്ത മഹാദേവ ക്ഷേത്രത്തിലേക്ക് യാത്ര. തിരുവൻവണ്ടൂർ, അതാണ് ലക്ഷ്യം. നകുലക്ഷേത്രമാണ് തിരുവൻവണ്ടൂരിലേത്. അതായത് പഞ്ചപാണ്ഡവന്മാരിൽ നകുലൻ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോന്നിരുന്ന മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിന് മുമ്പിലായി വളരെ മനോഹരമായ ക്ഷേത്രക്കുളം. വളരെ വലിയ ക്ഷേത്രം, വിശാലമായ മതിൽക്കകം, വേണമെങ്കിൽ 15 ആനകളെ വരെ എഴുന്നള്ളിക്കാം. ക്ഷേത്രം വലം വെച്ച് ചുറ്റുമുള്ള ഉപദൈവങ്ങളെയെല്ലാം തൊഴുതതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് കയറി മഹാവിഷ്ണു ദർശനം. ഇപ്പോഴിതാ ദിവസവുമുള്ള പ്രഭാത ശീവേലി. ക്ഷേത്രത്തിൻ്റെ കൊമ്പനാനിയെയും കാണാം. അടുത്തതായി ദർശിക്കുന്നത് യുധിഷ്ഠിര തിരുപ്പതി എന്നറിയപ്പെടുന്ന തൃച്ചിറ്റാറ്റ് മഹാദേവ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് മുന്നിലും അതിമനോഹരമായ ഒരു ക്ഷേത്രക്കുളം. ധർമ്മപുത്രർ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോന്നിരുന്ന ക്ഷേത്രമെന്ന് ഐതിഹ്യം. തൃപ്പുലിയൂരാണ് 4ാമത്തെ ക്ഷേത്രം.
ഭീമസേന തിരുപ്പതി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. അപ്പോൾ പിന്നെ ആര് ആരാധിച്ചു പോന്നിരുന്ന ക്ഷേത്രമെന്ന് പറയേണ്ടതില്ലല്ലോ, ഭീമസേനൻ. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ ചുറ്റുമുള്ള അതിമനോഹരമായ മ്യൂറൽ പെയിൻറ്റിങ് ഒരു സവിശേഷതയാണ്. അഞ്ചാമത്തേത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഞങ്ങൾ ചെന്ന സമയത്ത് ക്ഷേത്രമതിൽക്കകത്ത് വഞ്ചിപ്പാട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. പാക്കേജിൻ്റെ ഭാഗമായിട്ട് KSRTC തീർത്ഥാടകർക്ക് സ്പെഷ്യൽ വള്ളസദ്യയും അറേഞ്ച് ചെയ്തിരുന്നു. യാത്രയിൽ പങ്കെടുത്ത പലരുടെയും പ്രധാന ഉദ്ദേശം വള്ളസദ്യ ആസ്വദിക്കുക എന്നുള്ളതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എത്ര വിഭവങ്ങൾ! ഈ പപ്പടത്തിന് കീഴെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓ, എന്തെല്ലാം ഐറ്റങ്ങൾ! KSRTC ടൂർ പാക്കേജ് പ്രകാരം 4 വിവിധ ഡിപ്പോകളിൽ നിന്നെത്തിയ ബസ്സുകളിലെ തീർത്ഥാടകർ വള്ളസദ്യയിൽ പങ്കെടുത്തു. ആചാരപ്രകാരം വിളക്ക് കൊളുത്തി വഞ്ചിപ്പാട്ട് പാടി ശ്രീകൃഷ്ണനെ വന്ദിച്ചതിന് ശേഷം സദ്യയുടെ ആരംഭം. മൃഷ്ടാന്നമായ വള്ളസദ്യയ്ക്ക് ശേഷം കവിയൂരുള്ള ഗുഹാക്ഷേത്ര ദർശനത്തിനുള്ള യാത്ര. ഇതാണ് കവിയൂര് ഗുഹാക്ഷേത്രം. ഒരു വലിയ പാറയ്ക്കുള്ളിലാണ് ശിവൻ്റെ വിഗ്രഹമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
എന്തൊരു വലിയ പാറ, അത്ഭുതമുളവാക്കും. പാറയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. യാത്രയിലെ അവസാന ക്ഷേത്രം പാണ്ഡവർക്കാവ് ദേവീക്ഷേത്രം, മുതുകുളം, ആലപ്പുഴ ജില്ല. അങ്ങനെ ഇന്നത്തെ അവസാന ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് മുതുകുളത്ത് നിന്നും മടക്കയാത്ര. മടക്കയാത്രയിൽ മിക്കവാറും എല്ലാവരും സ്കൂൾ കുട്ടികളെ പോലെ പാട്ടുപാടിയും നൃത്തമാടിയും വളരെ വളരെ ആസ്വദിച്ചു. ഇത്ര നല്ല ഒരു ടൂറ് അറേഞ്ച് ചെയ്ത KSRTCക്കും സംഘാടകരായിട്ടുള്ള NSS കരയോഗം ഭാരവാഹികൾക്കും വളരെ വളരെ നന്ദി. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.